നമസ്കാരം. ലോകം മറ്റൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണ്. ഇറാനിയൻ ഊർജ കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ബാബ് എൽ മന്ദേബ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഹൂത്തികളോട് ഇറാൻ നിർദ്ദേശിച്ചു. ഈ പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന സിരാകേന്ദ്രമായ ഈ ജലപാത തടസ്സപ്പെട്ടാൽ അത് അന്താരാഷ്ട്ര വിപണിയിൽ എന്തുണ്ടാകും? വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണുനീരിന്റെ കവാടം എന്നറിയപ്പെടുന്ന ബാബ് അൽ മന്ദേബ് ആഗോള വ്യാപാരത്തിന്റെ 10% നിയന്ത്രിക്കുന്ന വഴിയാണ്. സുയസ് കനാലിലൂടെ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏക സമുദ്രപാത കൂടിയാണിത്. 2023 മാത്രം പ്രതിദിനം 8.8 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇതുവഴി കടന്നുപോയത്. ഇവിടെ മിസൈലുകളും ഡ്രോണുകളും വിന്യസിച്ച് ഹൂത്തികൾ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയുടെ മുന്നറിയിപ്പുകളെ പോലും വകവെക്കാതെ തന്ത്രപരമായ ഏത് ആക്രമണത്തിനും തങ്ങൾ തയ്യാറാണ് എന്ന് ഇവർ വെല്ലുവിളി ഉന്നയിക്കുന്നു. ഹോർമോസ് കടലിടുക്കിനൊപ്പം ബാബ് എൽ മന്ദേബും കൂടി അടയുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 30% സാരമായി ബാധിക്കും. 2024 ചെങ്കടലിലെ സുരക്ഷയ്ക്കായി അമേരിക്ക $1 ബില്യൺ ചെലവഴിച്ചിട്ടും ഹൂത്തികളുടെ ആക്രമണത്തെ തടയാൻ ലവലേശവുമായില്ല. കപ്പലുകൾ ആഫ്രിക്കയ്ക്ക് ചുറ്റും വഴിതിരിച്ചു വിടേണ്ടി വന്നതോടെ ഷിപ്പിംഗ് ചെലവ് 400% വരെയാണ് കുതിച്ചുയർന്നത്. ഈ ജലപാതകൾ പൂർണ്ണമായും സൈനികവൽക്കരിക്കപ്പെട്ടാൽ എണ്ണവില കുതിച്ചുയരുകയും അത് ആഗോള സാമ്പത്തിക സ്തംഭനത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. ഈ പദ്ധതി പുതിയതല്ല എങ്കിലും ഇത്തവണ ഇറാൻ വളരെ ഗൗരവമായാണ് കാര്യങ്ങൾ കാണുന്നത്. തങ്ങളുടെ സൈനിക ആസ്തികൾ മാത്രമല്ല മറ്റ് തന്ത്രപരമായ വഴികളും ഉപയോഗിക്കുമെന്ന് ഇറാൻ പാർലമെന്ററി വക്താവ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള തുറന്ന ഏറ്റുമുട്ടലിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്. ഇറാന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഹൂതികൾ ബാബ് അൽ മന്ദബ് കടലിടുക്ക് സമീപം മിസൈലുകളും ഡ്രോണുകളും വിന്യസിച്ചതായി സൂചനയുണ്ട്. ഈ പാതയിലൂടെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ അത്യാധുനിക ആയുധങ്ങൾ വേണമെന്നില്ല. മറിച്ച് ലളിതമായ ആയുധങ്ങൾ ഉപയോഗിച്ചു പോലും ഇത് സാധ്യമാണ് എന്നാണ് നിലവിലെ റിപ്പോർട്ട്. ലോകത്തിലെ ഊർജ വിതരണത്തിന്റെ ഏകദേശം 7% ചെങ്കടൽ വഴിയാണ് നടക്കുന്നത്. സൗദി അറേബ്യ തങ്ങളുടെ ഊർജ കയറ്റുമതിയുടെ 70% ചെങ്കടലിലെ യാൻബു തുറമുഖം വഴിയാണ് നിലവിൽ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. അതായത് നിലവിൽ അത്തരത്തിലുള്ള ആ വഴിയിലൂടെയാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൂതികളുടെ നീക്കം ആഗോള ഊർജ പ്രതിസന്ധി രൂക്ഷമാക്കാനും കാരണമാകും. ബാബ് എൽ മന്ദേബ് കടലിടുക്കിലെ ഈ സംഘർഷം വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ആഗോള ഊർജ സുരക്ഷയുടെ കൂടെ പ്രധാന പ്രശ്നമാണ്. സൈനികവൽക്കരണം ശക്തമാകുന്നതോടെ ആഗോള എണ്ണവിലയിൽ വൻ വർധനവ് ഉണ്ടാകുമെന്നും അതെന്ത് ചെയ്യും? സ്വാഭാവികമായും സാധാരണക്കാരന്റെ ജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നയതന്ത്ര തലത്തിൽ പരിഹാരം കണ്ടില്ല എങ്കിൽ അതെന്ത് ചെയ്യും? ലോകം വൻ വിപ്ലവത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ജലപാതകൾ അടയുന്നത് വെറും കപ്പൽ ഗതാഗതത്തെ മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലിനെ തന്നെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.